പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ സംസാരിക്കും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി നൽകും. വൈകുന്നേരം 4 മണിക്കാണ് പ്രധാനമന്ത്രി രാജ്യസഭയിൽ സംസാരിക്കുക. ഗൗതം അനന്തനാരായണൻ കൂടി ചേരുകയാണ്. ഗൗതം, ലോക്സഭയിൽ നടത്തിയ മറുപടി പ്രസംഗത്തിൽ പ്രതിപക്ഷത്തെ അടിച്ചിരുത്തുന്ന ഒരു സമീപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിരൂക്ഷമായ വിമർശനം രാഹുലിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും വരെ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സമാന ശൈലി തന്നെയായിരിക്കുമോ ഇന്ന് രാജ്യസഭയിൽ പ്രതീക്ഷിക്കേണ്ടത്? നീലിമ, നെഹ്റു കുടുംബത്തെയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെയും രൂക്ഷമായി വിമർശിക്കുന്ന മറുപടി തന്നെയാകും രാജ്യസഭയിലും പ്രധാനമന്ത്രി നടത്തുക. 4-ാം തീയതി ലോക്സഭയിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. അന്ന് പരോക്ഷമായ വിമർശനമാണ് നെഹ്റു പരിവാറിനും കോൺഗ്രസിനും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടികൾക്കും നേരെ അദ്ദേഹം നടത്തിയത്. അതിനുശേഷം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്നും അദ്ദേഹം യാത്രയിലായിരുന്നു. മഹാകുംഭമേളയിൽ പങ്കെടുത്ത് അവിടെ സ്നാനവും മറ്റും നടത്തി. അതിനുശേഷമാണ് ഇന്നിപ്പോൾ വീണ്ടും പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് രാജ്യസഭയിൽ അദ്ദേഹം സംസാരിക്കുക. നിലവിൽ രാജ്യസഭയിൽ രാഷ്ട്രപതി നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള ചർച്ച തുടരുന്നുണ്ട്. ഇന്ന് 11 മണിക്ക് സഭ ചേർന്ന് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ഈ ചർച്ച തുടരും. ഇതിന് മറുപടി നൽകുന്നതിനായാണ് 4 മണിക്ക് പ്രധാനമന്ത്രി രാജ്യസഭയിൽ സംസാരിക്കുന്നത്. ശരി. ലോക്സഭയിലെ തീപ്പൊരി പ്രസംഗത്തിന് ശേഷം പ്രധാനമന്ത്രി ഇന്ന് രാജ്യസഭയിലും സംസാരിക്കുകയാണ്. 4 മണിക്കാണ് പ്രധാനമന്ത്രി രാജ്യസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുക.